നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദു വോട്ടുകൾ തിരിച്ച് പെട്ടിയിലെത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ ഉദിച്ച കാഞ്ഞ ബുദ്ധിയാണ് ആഗോള അയ്യപ്പ സംഗമം. അങ്ങനെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോയി ചെയ്ത പാപങ്ങൾക്ക് മാപ്പിരന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നതാണ്. എല്ലാം അടപടലം ചീറ്റുന്നു. ശബരിമല ഹറാമായിരുന്ന പിണറായിക്ക് എന്തേ പെട്ടെന്ന് അയ്യപ്പ സ്നേഹമെന്ന് സോഷ്യൽ മീഡിയയിൽ പരിഹാസം വരുന്നു. അയ്യപ്പ ഭക്തരെ സുഖിപ്പിക്കാനുള്ള മുഖ്യന്റെ ഉഡായിപ്പ് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം. അല്ലാതെ വിശ്വാസം ഉയർത്തിപ്പിടിക്കലോ ശബരിമലയോടുള്ള സ്നേഹമോ അല്ല ഇതെന്ന് ആരോപണവും പരിഹാസവും വന്നതോടെ അടിമുടി യൂട്ടേൺ അടിച്ചിരിക്കുകയാണ് പിണറായി. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയല്ല, തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെതാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അല്ല പിണറായി, ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുന്നത് ആരൊക്കെയാ? മുഴുവൻ കമ്മികളും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ വിമർശനങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. രാഷ്ട്രീയമായി ഇതിനെ കാണേണ്ട എന്നും ആരാധനയുടെ ഭാഗമായി അയ്യപ്പ സംഗമം നടക്കട്ടെ, സർക്കാരിന്റെ പരിപാടിയല്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്തരം പരിപാടികൾക്ക് സഹായം നൽകാറുണ്ടെന്നല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല നിലയ്ക്ക് ആ പരിപാടി നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിരട്ടൽ കൊണ്ടൊന്നും പുറപ്പെടേണ്ട എന്നും അതുകൊണ്ട് പരിപാടി നടക്കാതിരിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിന്റെ ശരിയായ നില അറിയാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് വിരട്ടുന്ന രീതിയിൽ സംസാരിച്ചതെന്ന് തോന്നുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അയ്യപ്പ സംഗമം നടക്കട്ടെ, അയ്യപ്പന്റെ ആളുകൾ എത്തട്ടെ, അതിനാവശ്യമായ സഹായവും പിന്തുണയും നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 20 പമ്പ തീരത്താണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും. കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരും പങ്കെടുക്കും. അതിനിടെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ നേതൃത്വം നൽകിയ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ആരോപിക്കുന്നു. പമ്പ തീരത്ത് സെപ്റ്റംബറിൽ നടക്കുന്ന പരിപാടിയിൽ അയ്യപ്പ വിശ്വാസം തൊട്ട് തീണ്ടാത്തവരെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SJR കുമാർ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മോഹനൻ, അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് PN നാരായണ വർമ്മ എന്നിവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു. ഇവർക്കെല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആരും വിരട്ടൽ കൊണ്ടൊന്നും വരണ്ട എന്നും പരിപാടി നടക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. ഒരു മതേതര സർക്കാരിന് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിലെ ഭക്തജന സംഗമം വിളിച്ചു ചേർക്കാൻ അവകാശമില്ല. അത്തരം ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. മറ്റു മതങ്ങളുടെ ഇത്തരം സമ്മേളനങ്ങൾ വിളിക്കാൻ സർക്കാരിന് ആർജവമുണ്ടോ? അയ്യപ്പ ഭക്തർക്കേറ്റ മുറിവ് ഉണക്കാനായി നടത്തുന്ന പരിപാടിയുടെ പേരിൽ നിരീശ്വരവാദികളെയും യുവതികളെയും ഒക്കെ ശബരിമലയിൽ എത്തിച്ച് വീണ്ടും അശാന്തി സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും ഇപ്പോൾ ചില ഹിന്ദു സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നത്. വിശ്വാസികളല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി VN വാസവനും ഇത്തരത്തിൽ ഭക്തസംഗമം വിളിച്ചു ചേർക്കാൻ എങ്ങനെ കഴിയും? അങ്ങനെയെങ്കിൽ ഇരുവരും തങ്ങൾ അയ്യപ്പ ഭക്തരാണെന്ന് പൊതുസമൂഹത്തോട് പറയണം. ക്ഷേത്രവിശ്വാസത്തെയും അതുവഴി ഹിന്ദുക്കളെയും നിരവധി തവണ അപമാനിച്ച DMK നേതാക്കന്മാരായ MK സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ മകനെയുമാണ് സംഗമത്തിൽ മുഖ്യ അതിഥികളായി ക്ഷണിച്ചിരുന്നത്. ഹിന്ദു സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും എതിർപ്പിനെ തുടർന്ന് സ്റ്റാലിൻ പങ്കെടുക്കില്ല എന്നാണ് അറിവ്. 2018-19 ശബരിമല പ്രക്ഷോഭ സമയത്ത് ആചാര ലംഘനം നടത്താൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികൾ ഒരു കാലത്തും ഭക്തജനങ്ങൾ മറക്കില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾ ബാക്കി നിൽക്കെ പൊതുജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള CPMന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഈ സംഗമം. ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ട നിരവധി അയ്യപ്പ ഭക്തർക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത ഇടത് സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധത ചരിത്ര സത്യമാണ്. വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇതുവരെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. യുവതീ പ്രവേശനത്തിന് അനുകൂലമായി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അയ്യപ്പ സംഗമത്തിന് മുൻപ് പിൻവലിക്കണം.
അയ്യപ്പ സംഗമം ആസൂത്രണം ചെയ്യുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്നും ഇതുമായി മുന്നോട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദികൾ സർക്കാർ മാത്രമായിരിക്കും. ശബരിമലയിൽ സമാധാനം നിലകൊള്ളാനും ഭക്തർക്ക് കൃത്യമായി വന്ന് ദർശനം നടത്താനുമുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടതെന്നും ചില തീവ്ര ഹിന്ദു സംഘടനകൾ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയുമായിട്ട് രംഗത്തേക്കും വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനുസരിച്ച് ഈ പരിപാടി നടക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് സർക്കാരിന് ഒരു അയ്യപ്പ സ്നേഹം വന്നതിലാണ് എല്ലാവരും ചോദ്യം ഉന്നയിക്കുന്നത്. ഈ സർക്കാർ തന്നെയല്ലേ അയ്യപ്പ ഭക്തരെ പോലീസിനെ കൊണ്ട് തല്ലിച്ചതെന്നും കള്ളക്കേസുകൾ എടുപ്പിച്ചത് എന്നും കേരളം മറന്നിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലും മുഖ്യമന്ത്രിക്ക് നേരെ വരുന്നുണ്ട്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എന്ന ബുദ്ധി അത് പിണറായി വിജയന്റെ തലയിൽ തന്നെ ഉദിച്ചതാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. അതിന് കാരണം ശബരിമല വിഷയം കഴിഞ്ഞതിന് ശേഷവും പിന്നീട് ഈ സർക്കാരിന്റെ ചില നടപടികളും ഹിന്ദുക്കളിൽ വലിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു. ഇത് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഉൾപ്പെടെ CPM-ന് പലയിടത്തും ഹിന്ദു വോട്ടുകളിൽ വലിയ കുറവ് വന്നിരുന്നു. ഹിന്ദു വോട്ടുകൾ എല്ലാം പോയത് BJP-യുടെ അക്കൗണ്ടിലേക്കാണ്. ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ BJP-യുടെ അക്കൗണ്ടിൽ എത്തിയിരുന്നു. ഇതിനെല്ലാം കാരണം സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധതയാണെന്നും ഈ നിലപാടിൽ മാറ്റം വരുത്തണമെന്നും പാർട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമം എന്നാണ് വിമർശനം വരുന്നത്. അല്ലാതെ അയ്യപ്പന്റെ കീർത്തി ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു സർക്കാരിന്റെ പദ്ധതിയോ പരിപാടിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വലിയ ഒരു പദ്ധതിയോ അല്ല ഇതെന്നും ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണെന്നും ആരോപണം വരുന്നത് പിണറായിയെയും കുഴപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ മറുപടികളൊന്നും പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. ആകെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പരിപാടി നടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന നടപടികളൊന്നും ആരും സ്വീകരിക്കേണ്ട, ഈ പരിപാടി നടക്കും, നടത്തിയിരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ ശബരിമല വിഷയത്തിൽ വീണ്ടും ഇപ്പോൾ വാക്പോര് ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.